ദേശം ട്രാഫിക് സിഗ്നലുണ്ട്. അവിടെ ഒരു 5-8 മാസം ഒരു ട്രാഫിക് സിഗ്നൽ വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ കുറച്ചാൾക്കും ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഡെയിലി ഇപ്പോൾ ജിമ്മിലൊക്കെ അലുവലി ചേർന്നുകൊണ്ട് ഡെയിലി അങ്ങോട്ട് പോക്കും വരവൊക്കെ ഉണ്ട്. പിന്നെ ഈ ഡോക്യുമെന്റ് ശരിയാക്കാൻ അപ്പോൾ ഈ ക്രോസ് ചെയ്യാൻ പറ്റും. രാത്രി ആയാലും ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ടേണിംഗ് ആണ്, ഇറക്കവും ടേണിങ്ങും ആണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എല്ലോ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ട്രാഫിക് സിഗ്നൽ ഉണ്ട്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അത് ആലുവയോട്ട് നെടുമ്പാശ്ശേരി പോകുന്ന സൈഡിലോട്ട്. ബാക്കി എല്ലാം രണ്ടും ഓഫായിരുന്നു ഒരു സെപ്റ്റംബർ 1-ാം തീയതി വരെ. നമ്മൾ പരാതി 3 സ്ഥലത്ത് കൊടുത്ത് അങ്ങനെ എൻക്വയറി വന്നിട്ട് ആലുവ പരാതി ആലുവ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് കൊടുത്ത്, RTO കൊടുത്ത്, പിന്നെ NHA കൊടുത്ത്, പിന്നെ മിനിസ്റ്ററിന് കൊടുത്ത്, പിന്നെ ഗ്രാമപഞ്ചായത്ത്, നെടുമ്പാശ്ശേരി പോലീസ്. അപ്പോൾ ഇതിന്ന് RTO ആലുവ ട്രാഫിക്കിന്റെ അവിടെ നിന്ന് വിളിച്ച് ഫുൾ ഡീറ്റെയിൽ തന്നു. ഇതിന്റെ ഫണ്ടിങ്ങിന്റെ എല്ലാം പാസ്സായി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ മെയിൻ്റെനൻസ് നോക്കുന്നത് പോലീസാണെന്ന് പറഞ്ഞു. പോലീസാണ് നെടുമ്പാശ്ശേരിയാണ് നോക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇത് നാർക്കോട്ടിക് SP ആണ് ഇത് നോക്കുന്നത്, ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ SP ആണ് നോക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ആലുവ എൻഫോഴ്സ്മെന്റ് നമ്മുടെ ആലുവ പറവൂർക്കവര അവിടെ വരെയുള്ളൂ ഇവരുടെ. അത് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി പോലീസാണ് ഇങ്ങോട്ട് നോക്കുന്നത് ട്രാഫിക്. അപ്പോൾ അങ്ങനെ എൻക്വയറി വന്ന് നമ്മൾ നെടുമ്പാശ്ശേരി SHO വിളിച്ച്. അപ്പോൾ അവർ പറയുന്നത് NHA നോക്കണത്, അത് ഒഴിവാക്കി വിടുന്നതാണ്. അത് മെയിൽ അയച്ചു. അവർ MBDയും NHA നോക്കുന്നത് മെയിൽ അയച്ചു എനിക്ക്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ RTO പോയി. RTO അവിടെ നിന്ന് നമുക്ക് ജോയിന്റ് ഇൻസ്പെക്ടർ നമ്പർ തന്ന് അവരെയും വിളിച്ച് നമ്മൾ NHA പാലക്കാട് ഡിവിഷനിലെ ഒരു ബിജു എന്നുണ്ട് സാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇത് നെടുമ്പാശ്ശേരി പോലീസ് തന്നെയാണെന്നാണ് പറയണത് ഇത് നോക്കുന്നത്. അപ്പോൾ ഈ NHA അവർ പറഞ്ഞത് ഈ പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്ത് PW റോഡായിരുന്നു നേരത്തെ. NHA അതിലെ കൂടെ വന്നപ്പോൾ അതിന് മെയിൻ്റനൻസും മറ്റേ റോഡും മറ്റേ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നത് NHA ആണ്. മറ്റേ ട്രാഫിക് സിഗ്നലിൻ്റെയും മറ്റേ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നത് പഞ്ചായത്താണെന്നാണ് NHA പറഞ്ഞത്, പാലക്കാട് ഡിവിഷനിലെ അവർ. പക്ഷേ ഇത് ടോൾ കൊടുക്കുന്ന റോഡല്ലേ? ടോൾ കൊടുക്കുന്ന റോഡാണ്. സിഗ്നലിൽ പാടില്ല എന്നല്ലേ ചട്ടം? സിഗ്നലിൽ പാടില്ല ചട്ടം. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. അതായത് നമ്മൾ സംസ്ഥാന പാതയിലൂടെ പോകുന്നത് നമ്മൾ മറ്റേ റോഡ് ടാക്സ് അടച്ച് കഴിയുമ്പോൾ നമുക്ക് റോഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനാണ് നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇത് നിലവിൽ സംസ്ഥാന പാതയല്ലല്ലോ, ദേശീയപാതയാണ്. നമ്മളിപ്പോൾ ട്രെയിന് പോകുമ്പോൾ നമ്മളൊരു ലോക്കൽ കമ്പാർട്ട്മെന്റിലായിരിക്കും നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കുക. അപ്പം നമ്മൾ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ യാത്ര ചെയ്യുക. ആ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചോദിക്കുക, അടുത്ത സ്റ്റെപ്പ് TTR വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ലല്ലോ. TTR ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ചുകൂടി ടിക്കറ്റ് എടുത്തോളൂ. അപ്പം നിങ്ങൾക്ക് സൗകര്യം കൂടും. അപ്പം നിങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്, കിടക്കാനുള്ള സീറ്റ് ഉണ്ട്. അപ്പം നമ്മൾ വീണ്ടും നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ അടയ്ക്കുവാണ്. അതല്ലേ ഈ ടോൾ സംവിധാനം. നമ്മളിപ്പോൾ പാലക്കാടേക്ക് പോകാനായിട്ട്, നമുക്ക് ഇവിടെ നിന്ന് പാലക്കാട് പോകാനായിട്ട് സിഗ്നലും ബ്ലോക്കും ഒക്കെ ചാടി പോകുന്നത് കൊണ്ടാണ്, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോൾ എടുക്കുന്നത്. ആണോ? ബാംഗ്ലൂർ അടക്കം പല സ്ഥലങ്ങളും നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ളതാണ്. അവിടെ എവിടെയാണ് ടോൾ കൊടുക്കുന്ന റോഡിൽ സിഗ്നൽ വരുന്നത്? ഉണ്ടോ? ഇല്ല ടോൾ കൊടുക്കുന്ന റോഡിൽ. പക്ഷെ നമ്മൾ അവിടെ ബാംഗ്ലൂരിൽ നമ്മളെ പൈസ മേടിക്കുന്നുണ്ട്. ടോൾ റോഡിലോട്ട് ബൈക്കിന് പോകണമെങ്കിലും പൈസ മേടിക്കും. ടോൾ റോഡിലോട്ട് നമ്മൾ ഇതിനും ടോൾ കൊടുക്കുന്ന റോഡല്ലേ, ഇതിന് നമ്മൾ ടോൾ കൊടുക്കുന്നില്ലേ? ഇപ്പൊ പുതിയ സംവിധാനം വരുന്നത് ടോൾ അവിടെ പിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഓടുന്നതിനും ബാങ്കിൽ നിന്ന് പൊക്കോളൂ. ആ സംവിധാനത്തിലേക്ക് എത്തിയില്ലേ? അപ്പൊ ഈ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. കാരണം ഒരു വളവാണ്, ആ വളവിൽ U-turn പോലും പാടില്ല എന്നാണ് ചട്ടം. അതൊന്നെങ്കിൽ ക്ലോസ് ചെയ്യുക തന്നെയല്ലേ ആവശ്യം. ബൈറോട്ട് പോകാനുള്ള വഴിയുണ്ട്, കാലടി റൂട്ടിൽ കൂടെ. അപ്പൊ അതുകൊണ്ടാവണം അവിടെ സിഗ്നൽ വെച്ചേക്കുന്നത് നേരത്തെ. ഇല്ല, ഞാൻ പറഞ്ഞത് അവിടെ ഒരു വളവാണ്, ആ വളവില് സിഗ്നൽ സംവിധാനം ഇല്ല. പിന്നെ അവിടെ ഒരു U-turn കൂടി കൊടുത്തേക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഒരു വലിയൊരു ആക്സിഡന്റ് അല്ലേ സംഭവിക്കുക. എല്ലാ ആഴ്ചയിലും ആക്സിഡന്റ് ഉണ്ട് അവിടെ. 34 ആക്സിഡന്റ് ഉണ്ടായിരുന്നു ബൈക്ക്. അതാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തേക്കുന്നത്. അതാണ് പരാതി കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ മെയിൻ്റെനൻസ് ടീം വന്നത്, ട്രാഫിക് സിഗ്നൽ പോൾ മെയിൻ്റെനൻസ് ടീം വന്ന് അവർ ശരിയാക്കി എല്ലാം ഓണാക്കി ഓട്ടോറിക്ഷക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കി. നെടുമ്പാശ്ശേരി പോലീസ് വന്ന് എന്നിട്ട് അവരത് എല്ലോ 3 സൈഡും ഇപ്പൊ 3 സൈഡിലും എല്ലോ കത്തണുണ്ട്. ഒരു സൈഡ് മാത്രം 3 സൈഡ് എല്ലോ കത്തണുണ്ട്, മറ്റേത് ഓഫ് ചെയ്തിട്ടേക്കണം. അപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ പഞ്ചായത്ത് അവര് പറയുന്നത് ഓൺ ചെയ്യണ്ട, ഇവിടെ നാട്ടുകാർക്ക് അത് വേണ്ട.
അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ടേക്കുന്നത്. പക്ഷെ ഭയങ്കര നാട്ടുകാർക്ക് തന്നെ ഭയങ്കര ഉണ്ട്. ഇപ്പോൾ ഇവര് പഞ്ചായത്തിന് അവർ പറയണതുകൊണ്ട് മറ്റേ മെയിൻ്റെനൻസ് ടീം പറയണതുകൊണ്ട് രണ്ടുപേരും പറഞ്ഞു പറയുന്നുണ്ട്. അതെ, ഓഫ് ആക്കിയിട്ടാ മതി, ഓഫ് ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഇതിലാണ് ഓണാക്കേണ്ട ആവശ്യമില്ല, വേണ്ടെന്നാണ് പറയണത്. അപ്പൊ ഈ നാട്ടുകാർക്ക് തന്നെ ഭയങ്കര ഇപ്പൊ ഇവിടുത്തെ ആലുവ RTO ഇൻസ്പെക്ടർ അവരൊക്കെ ഈ ദേശത്തുള്ളതാണ്, അവർക്കും ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ ഒരു വട്ടം വിളിക്കുമ്പോൾ അവർ പറയുന്നത്. അപ്പൊ ഈ നോക്കേണ്ടത് ഇപ്പൊ അത്താണിയിൽ സിഗ്നൽ വർക്കിംഗ് ആണ്, അതും നെടുമ്പാശ്ശേരി പോലീസാണ് നോക്കണത്. അപ്പൊ ഇത് മാത്രം ഓഫ് ചെയ്തിട്ടേക്കാണ് അവര്. അപ്പൊ അതിനകത്ത് ഇതേപോലെ ഒരു നടപടി ഇവരെടുത്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പറയാം. നടപടി എടുത്തില്ല, അത് മാത്രമല്ല പ്രോപ്പർ യുക്തി തരുന്നില്ല. ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഞ്ചായത്ത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് SHനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയണം നെടുമ്പാശ്ശേരി. അപ്പൊ നെടുമ്പാശ്ശേരി SH പറയുന്നത് NHI MBD ആണ്. MBD NHI വിളിക്കുമ്പോൾ NHI പറയണത് ഗ്രാമപഞ്ചായത്താണെന്ന് പറഞ്ഞത്. MBD വോയിസ് റെക്കോർഡിൽ ഒന്ന് കേൾപ്പിച്ചു തരാമോ? ഉണ്ട്. കൈ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഒറ്റക്കട ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കും ഈ വീഡിയോ. എവിടെന്ന് പറയണേ ടൈമിങ്ങിൽ ഇഷ്യൂ വന്നിട്ട് രണ്ടാമത് റിട്ടൈം ചെയ്തു. നമ്മുടെ എയർപോർട്ടിലാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ വരികയുള്ളത്. അവിടെ ചെന്ന് സംസാരിച്ചിട്ട് ടൈമിങ് രണ്ടാമത് റീഅറേഞ്ച് ചെയ്ത് ടൈമിങ് ഓണാക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ആൾ ഇപ്പോൾ ഓണാക്കണ്ട, ഇവിടുത്തെ അസോസിയേഷനുമായി സംസാരിച്ചിട്ട് ഓരോ ആൾക്കാർക്ക് കോർഡിനേറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് മാത്രം ഓൺ ചെയ്താണ് അവർ പറഞ്ഞു. അപ്പോൾ അവിടെ സംസാരിച്ചു തന്നു. അപ്പോൾ ഇവിടുത്തെ ഇവിടെ സിഗ്നലിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പൊതുവെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഓണാക്കുന്നത്. ഇവിടെ നടന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇവിടെ ഫീൽഡ് വേണ്ട, ജംഗ്ഷനാണെന്ന് അറിയാനായിട്ട് ഇവിടെ കോട്ടൺ ലൈറ്റ് മാത്രം സ്ഥാപിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ നമ്മൾ കോട്ടൺ ലൈറ്റ് മാത്രം അല്ലല്ല ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ വിളിച്ച് പറയുന്നത് നമ്മൾ ചെയ്യാവുന്നതാണ്. ഇത് സിഗ്നൽ ഓണായി കഴിഞ്ഞതിന് ശേഷം രാത്രി കഴിക്കുമ്പോഴത്തേക്കും ആ ക്യാബിന് താമസിച്ച് വിളിച്ചിരുന്നുണ്ടോ ഇത് ഓഫ് ചെയ്യാനായിട്ട് അത് പൊട്ടിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിടിച്ച മാറിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ യൂണിറ്റ് മാത്രമേ ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർക്ക് അത് താല്പര്യമില്ല. ഇവിടുത്തെ ഓട്ടോക്കാർക്ക് മെയിനായിട്ടുള്ളത് അവർക്ക് പെട്ടെന്ന് ക്രോസ് എടുക്കാൻ പറ്റില്ല, ബസ്സുകാർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ ഇഷ്ടംപോലെ ഇത് ഓണാക്കാനാണ് ഇവിടുത്തെ രജിസ്റ്ററില്ലേ അല്ല പഞ്ചായത്തുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് നമുക്ക് ബോധവൽക്കരണം നടത്തി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്ത എന്നിട്ടല്ലേ ഇപ്പോൾ നോക്കുന്നത് ഹൈവേ ആണ്, ഹൈവേയുടെ കേസാണ്. ഹൈവേന്ന് വിളിച്ചുകൊണ്ടാണ് ഇല്ല ഇത് ഹൈവേന്ന് ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ ഓഫീസിൽ നിന്നാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിന്റെ വോയിസ് കോൾ ചെയ്തെന്ന് പറഞ്ഞു കോൾ ചെയ്തതെന്ന് പണ്ട് പെൺകുട്ടി ചോദിച്ചിട്ടൊക്കെ പണ്ട് പീഡപള്ളിയിലെ റോഡ് ആ സമയത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പോലീസുകാരും ഓപ്പറേറ്റ് ചെയ്യുന്നത് MBDക്കാർ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി NHI അല്ല, പക്ഷേ ഞാൻ എന്തായാലും കൺഫേം ചെയ്ത് തിരിച്ച് മെസ്സേജ് ചെയ്യാം. MBD എന്നൊന്നും അവർ പറഞ്ഞു അവിടെ കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞു, പോലീസാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവര് കാരണം NHI ഡെവലപ്പ് ചെയ്ത റോഡല്ല അത്. പണ്ട് NHI ഡെവലപ്പ് ചെയ്യുന്നതിന് PWD ചെയ്തിട്ട് ഈ റോഡിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് NHIക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണോ അന്ന് തന്നത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് NHIക്കുള്ളത്. ഈ ടോൾ പിരിക്കുന്നതുകൊണ്ട് ടോളിൻ്റെ റോഡ് നന്നാക്കുക, മെയിൻ്റെനൻസ് ചെയ്യുക, ടോൾ ഫ്രീ ആക്കുക, മാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പണ്ട് പലയിടത്തും ഇതുപോലെ കേരള ഗവൺമെന്റ് കയ്യിൽ സമയത്ത് പലയിടത്തും ഈ സ്പോൺസർഷിപ്പിൽ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഇവിടുത്തേക്ക് പല സൈൻ ബോർഡുകൾ പരസ്യ ബോർഡുകളൊക്കെ NHI റോഡുകളൊക്കെ പരസ്യ ബോർഡുകൾ നമ്മൾ ചെയ്തെടുക്കുന്ന സാധനങ്ങളൊന്നും പരസ്യ ബോർഡുകൾ വെക്കാറില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ ഇപ്പം എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഇതിൻ്റെ ഞാൻ എസ്കലേറ്റ് ചെയ്തോട്ടെ. നമ്മുടെ റോഡാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിയെ നമ്മൾ ഓൺ ചെയ്യാത്ത കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ആരാണെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് പറയും. കാരണം ഇത് പല പല ഏജൻസിക്ക് കൊടുക്കാനായിട്ട് ഈ മുനിസിപ്പാലിറ്റികളും ഒക്കെ റിക്വസ്റ്റ് എടുത്തിട്ട് അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളാം, അവർ തന്നെ വെച്ചോളാം എന്നുള്ള പെർമിഷൻ മാത്രം നമ്മളെ കയ്യിൽ നമ്മളോട് നമ്മളെ കയ്യിരിക്കുന്നത് പെർമിഷൻ ചോദിക്കുക. അപ്പോൾ അത് നമുക്ക് വെക്കാനുള്ള ഫണ്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് പെർമിഷൻ കൊടുക്കും. പിന്നെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ
അവരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യരുത്. അപ്പൊ ഇത് പല ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ സ്ട്രക്ചർ, അതായത് കരയാമ്പറ മുതൽ ഇടപ്പള്ളി വരെയുള്ള സിഗ്നലൊക്കെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്ട്രീറ്റ് ലൈറ്റ് ആരാണെന്നോ നമുക്കറിയാം. നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അവരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ KMR-ൽ വന്നിട്ടുണ്ട്, KMR-ൽ വെക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. ഇതിപ്പം ഞങ്ങൾ പലയിടത്തും പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം കരയാമ്പറമ്പ് ഇപ്പുറത്തോട്ട് മാത്രമേ നമുക്കറിയാം, നമുക്കുള്ളത് നമ്മളതിനെ ചെയ്യും, നമുക്കെന്നെ അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ഏജൻസിയെ കൊടുത്തിട്ടുണ്ട്, AMC കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഏജൻസിയെ വിളിച്ച് എനിക്ക് ചെയ്യുന്നത്. നമ്മളെ എല്ലാത്തത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ അല്ല അതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സിഗ്നലുകളും മെയിൻ്റനൻസ് പോലീസ് ചെയ്യണം. ഈവൻ PWD റോഡുകളിലായാലും ആര് വെച്ച ഏത് ഫണ്ട് വെച്ചാലും പോലീസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അതിന് അവർക്ക് KRSCയുടെ ഫണ്ട് കിട്ടുന്നുണ്ട് മാസം പേരൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ആരാണെന്നുള്ള പോലീസുകാരിക്കുന്ന പല എനിക്കറിയില്ല. എന്താണ് നമുക്ക് എന്റെ അറിവ് കുറിച്ച് പറഞ്ഞാണ്. ചോദിച്ചോട്ടെ. ഓക്കെ സാർ. പഞ്ചായത്താണ് NHA ഇവരാണ് പറഞ്ഞത്. ബിജു എന്നാണ് പുള്ളിയുടെ പേര്. ഗ്രാമപഞ്ചായത്താണ് നോക്കുകയെന്ന് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അല്ലല്ലോ, പോലീസാണ് സിഗ്നലിൽ ചെയ്യണത്. അവർക്ക് ഫണ്ട് ഉണ്ടെന്നല്ലേ? അതെ, ഫണ്ട് പാസ്സായിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പൊ നെടുമ്പാശ്ശേരി SHOനെ വിളിക്കുകയും ചെയ്ത് കത്ത് വായിച്ച് നമ്മള്. അപ്പൊ നമുക്ക് ഒരു നടപടി എടുത്തില്ല. ഇല്ല, അവര് നുണയാണ് ഞാൻ കാണിച്ചില്ല മെയിൽ. ഇല്ല, ഇവരിപ്പോ ഒരു നടപടി ഇവരാരും എടുക്കണമില്ല. ഇല്ല, നെടുമ്പാശ്ശേരിയുടെ SHO ഒഴിവാക്കിയില്ല, നമ്മളെ ഒരു പരിഹസിച്ച് അവോയ്ഡ് ചെയ്തില്ല. നിങ്ങളെ കളിയാക്കി വിട്ടാണ്. കളിയാക്കി. അതിന്റെ മെയിൽ അതും അത് ഏറ്റവും രസം വെച്ചാൽ മെയിൽ അയച്ചു. അങ്ങനെ കളിയാക്കി മെയിൽ അയച്ച് NH അവരാണെന്ന് അറിഞ്ഞിട്ടും MPD NHA ആണെന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചത്. അതിനപ്പോ എന്താ മറുപടി പറഞ്ഞവര്? അപ്പൊ ഇത് കണ്ടോ, നെടുമ്പാശ്ശേരി SHO അയച്ച ഇതാണ്. Motor Vehicle Department and NHA regarding sending letter to Motor Vehicle Department and National Highway Authority. So you kindly contact the both two departments. അപ്പോൾ അവരാണ് അറിഞ്ഞിട്ട് പോലും അവർക്ക് ഞാനിത് ഫോർവേഡ് ചെയ്ത് നമ്മളെ SP അവർക്കും ഫോർവേഡ് ചെയ്ത്. അപ്പോൾ ഇത് ഇങ്ങനെ SHO ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇത് മറ്റേ ഒഫീഷ്യൽസ് അയച്ചേക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഇപ്പൊ ആലോ പറയുന്നു നെടുമ്പാശ്ശേരിയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നു. നെടുമ്പാശ്ശേരി SHO പറയുന്നു ഞങ്ങളല്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും NHAയും കൂടിയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം. NHA പറയുന്നത് ഗ്രാമപഞ്ചായത്താണെന്നും MPD പറയുന്നത് നെടുമ്പാശ്ശേരി. അപ്പൊ ആർക്കും അറിയാൻ പാടില്ല ഇത് ആരാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഒംബുഡ്സ്മാൻ ഇല്ലേ LSGD, അപ്പൊ അവരെ വിളിച്ചപ്പോഴും അവര് പറഞ്ഞത് പോലീസ് തന്നെയാണ് ചെയ്യുന്നത്, SHO ആണ് ചെയ്യുന്നത്. SHO ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു SHOനെ. അപ്പൊ ഒരു പരിഹാരം മറ്റേ ട്രാഫിക് കണ്ട ഒരു യൂണിറ്റ്, അത് മീൻസ് വെച്ചാല് പഞ്ചായത്തിനെ കൂട്ടിയിട്ട് അവർ പാണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മള് അപ്പൊ ഇവരാരും ഇപ്പൊ ഒരു തീരുമാനം എടുക്കുന്നില്ല, നടപടിയില്ല. അത് ഈ പഞ്ചായത്തിൽ കറപ്ഷൻ ഉള്ളതുകൊണ്ടാണ് SHOക്ക് ഇത്രയും ധൈര്യം ഇങ്ങനെ മെയിൽ അയക്കാൻ പോലും. ഇത് നാളെ അത് എന്തിനും ന്യായീകരിക്കുമായിരിക്കും, പക്ഷെ ഇത് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ പാസ് ചെയ്യണത് അല്ല. ഇതാണ് പ്രശ്നം. കേട്ടില്ലേ? ഇതാണ് ഇതിൻ്റെ വാസ്തവവും. ഒരു റോഡ് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽ സംവിധാനങ്ങൾ പരിപാലിക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിപാലിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ പോലീസ് പറയുന്നു, ട്രാഫിക് യൂണിറ്റ് പറയുന്നു ആലുവ നെടുമ്പാശ്ശേരി പോലീസാണ് അത് പരിപാലിക്കേണ്ട ചുമതല എന്ന് പറയുന്നു. അടുത്തവർ പറയുന്നു ഞങ്ങളല്ല, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും NHAയുമാണ് അത് പരിപാലിക്കേണ്ടതെന്ന് അവർ പറയുന്നു. അവസാനം ആരും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതേപോലെയുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് പ്രതിവർഷം റോഡുകളിൽ 5000-ന് മുകളിൽ ആളുകൾ മരിക്കുന്നതെന്നും ഈ മരണത്തിനാണ് നിങ്ങളെ കൂട്ടുപ്രതികളാക്കേണ്ടതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.